ഹായ് ഓൾ, ഇന്നലെ ഒരുപാട് പേർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടി. വളരെ വളരെ സന്തോഷം. ആ കിട്ടിയതിന് ശേഷം എനിക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഈ 4 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കിട്ടിയവരിൽ കൂടുതലും ഭൂരിഭാഗവും എന്നോട് ചോദിച്ച ചോദ്യമാണ്, എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടി, ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി റീല്, വീഡിയോ, ഫോട്ടോ, ടെക്സ്റ്റ് മെസ്സേജ്, ലൈവ് ഇതൊക്കെ ഇട്ടിട്ട് കാശ് ഉണ്ടാക്കുക. ഇതന്നെ, ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടുക, നല്ല ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് ഗ്രോത്ത് ചെയ്യാൻ പോവുക. പിന്നെ ഏറ്റവും കൂടുതൽ നല്ല നല്ല ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഫോട്ടോ ഇട്ടാൽ മാത്രം പോരാ, അതിന് നല്ല ക്യാപ്ഷൻ വെച്ച് കൊടുക്കണം. പബ്ലിക് ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉള്ള ഫോട്ടോസ് പരമാവധി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾ സെൽഫി എടുത്തിട്ട് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ല. അതിന് വ്യൂവേഴ്സ് കുറവായിരിക്കും. കുറച്ച് പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട, പബ്ലിക്കിന്റെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് കമന്റ് വരും, ലൈക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ റീൽസ്, നിങ്ങളുടെ ഏത് കണ്ടന്റ് ആണോ അതിന് പരമാവധി നിങ്ങൾ ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോറി ആയാലും ശരി, സ്റ്റോറി ഡയറക്റ്റ് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈവ് ഇതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ ഈ ടൂള് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതിൽ കിട്ടിയതിന് ശേഷം ആവണം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോയും ഫോട്ടോയും ടെക്സ്റ്റും ഇതൊക്കെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിക്കും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈ പഴയ കണ്ടന്റ് നമ്മൾക്ക് ഈ ടൂള് ലഭിക്കുന്നതിന് മുമ്പ് ഒരുപാട് റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ നമുക്ക് ഒരുപാട് മില്യൺ കണക്കിന് വ്യൂസ് ലഭിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ നമുക്ക് ഏർണിങ്സ് ലഭിക്കുമെന്നാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. നമുക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടി അതിന് ശേഷം ആയിരിക്കും നമുക്ക് ഏർണിങ്സ് ലഭിക്കില്ല. അതായത് അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ടൂള് കിട്ടിയതിന് ശേഷം നമ്മളുടെ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ, റീലോ, ഫോട്ടോ വൈറൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് ഏർണിങ്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല, എന്ത് ചെയ്യും? പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരും. മോണിറ്റൈസേഷൻ ആ ഭാഗത്ത് തന്നെ വരുന്നതായിരിക്കും. ആ ടൈമിനാണ് നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പല ആൾക്കാരും പേ ഔട്ട് ടൂൾ ഓൾറെഡി പോയിട്ട് അവിടെയുള്ള പിന്നെ നമ്മളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അത് അപ്ഡേറ്റിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എന്തൊക്കെയോ വേണ്ടാത്തതൊക്കെ വാരി വലിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും. അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാൻ ഫേസ്ബുക്കിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോഴാണ് നിങ്ങൾ അത് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പണം എപ്പോൾ ലഭിക്കും? നമുക്ക് ടൂള് കിട്ടി, ഇനി പണം എപ്പോൾ ലഭിക്കും? പണം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്: ബാങ്ക് ട്രാൻസ്ഫർ, വയർ ട്രാൻസ്ഫർ, പേപാൽ. ഈ ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് $25 ആകും. നമ്മൾക്ക് നമ്മുടെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് എത്തും. അതായത് $25 ഈ മാസം 28-നുള്ളിൽ, മാസം 1 മുതൽ 28 വരെയാണ് കണക്ക്. 28-നുള്ളിൽ നിങ്ങൾക്ക് $25 ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നെക്സ്റ്റ് മന്ത്, അതായത് ഇത് ഏപ്രിൽ ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് മെയ് 21-28 ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ആ എമൗണ്ട് ലഭിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് 1 മുതൽ 28 വരെ $25 ആയില്ലെങ്കിൽ $10 മാത്രം ആയിട്ടുള്ളൂ. ഇനി അടുത്ത മെയ് മാസം നിങ്ങൾക്ക് $15 ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും ഈ മാസത്തെ എമൗണ്ട് കൂട്ടിയിട്ട് ജൂൺ 21 മുതൽ 28 വരെ ആയിരിക്കും ലഭിക്കില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് $25 ഒറ്റ മാസം തന്നെ ആവണമെന്നില്ല. 3-4 മാസത്തെ എമൗണ്ട് ആഡ് ആയിട്ടായാലും $25 എപ്പോഴാണെന്നാവുന്നത് അതിന് തൊട്ടപ്പുറത്തെ മാസം ലഭിക്കുന്നതായിരിക്കും. ഇതേപോലെ തന്നെയാണ് വയർ ട്രാൻസ്ഫർ. വയർ ട്രാൻസ്ഫർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $100 ആവണം നമ്മളുടെ എമൗണ്ട് നമ്മൾക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇതേ രീതിയിൽ തന്നെയാണ് ഒരു മാസത്തിൽ നമ്മൾക്ക് $100 ആയില്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ മാസത്തെയും അതിന്റെ അപ്പുറത്തെ മാസത്തേക്ക് ഫുൾ ജോയിന്റ് ആയിട്ട് എപ്പോഴാണ് $100 എന്ന് അതിന്റെ അപ്പുറത്തെ മാസമായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത്. പല ആൾക്കാരും ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ വയർ ട്രാൻസ്ഫർ കൊടുക്കുക. എല്ലാ ബാങ്കിലും $25 പിന്നെ സാങ്ഷൻ ആവണമെന്നില്ല. എല്ലാ ബാങ്കിലും $25 ഈ ഓപ്ഷൻ ആക്റ്റീവ് ആവണമെന്നില്ല. അതാവാത്തവർ വയർ ട്രാൻസ്ഫറിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പേപാൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ
ആ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നവരെങ്കിൽ മാത്രം നിങ്ങൾ ആ പേപാൽ കൊടുക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അതിലേക്ക് ചാടി കയറിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ എമൗണ്ട് ഡയറക്റ്റ് പേപാൽ പോകും, നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യില്ല. അപ്പൊ ആ അവസ്ഥയിൽ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അത് പെട്ടെന്ന് ആവുന്നല്ല, കുറച്ച് പണിയുണ്ട് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഈ ഫേസ്ബുക്കിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.